ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഏതായാലും നീ നിന്റെ അവസാനത്തെ വാക്ക് പറഞ്ഞു കഴിഞ്ഞല്ലോ. എനിക്ക് പറയാനുള്ളത് കൂടി ഞാനും പറയാം. ഇനി ഒരിക്കലും നീ അങ്ങോട്ട് വരണമെന്നില്ല. അതിനി ഏതവസ്ഥയിലായാലും. നാട്ടുകാർക്കിടയിലുണ്ടായിരുന്ന നല്ല പേര് പോലും കണിമംഗലത്തിന് നഷ്ടായില്ലേ? ഇനിയും കൂടുതൽ പരീക്ഷിക്കരുത്. എത്രയും പെട്ടെന്ന് പ്രിയങ്കയുടെയും മുത്തശ്ശിയുടെയും കള്ളത്തരങ്ങളെല്ലാം മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. കണ്ണന്റെ അനുഗ്രഹം ഇല്ലാതെ ഈ കുടുംബത്തിൽ ഇനി ശാന്തി കിട്ടില്ല. രക്ഷിക്കണേ കണ്ണ. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ് സർ. എന്താടോ സാർ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഇന്ന് രാവിലെ 11 മണിക്ക് കണിമംഗലം ഗ്രൂപ്പിൽ പുതിയ മാനേജറുടെ ഇന്റർവ്യൂ നടക്കുക. ഓ, അതിന്നാണോ? പോകുന്നതിന് മുൻപ് സാറിന്റെ ഒരു ആശംസ കൂടി വാങ്ങിക്കാന്ന് തോന്നി. നല്ലതല്ലേ? അതെ, പരീക്ഷണം കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കേ. പ്രത്യേകിച്ച് പരീക്ഷണങ്ങളൊന്നുമില്ല സർ. കണിമംഗലം ഗ്രൂപ്പിന്റെ മാനേജർ പദവിയിലേക്ക് ആപ്ലിക്കേഷൻസ് ഒരുപാടുണ്ട്. എന്നേക്കാൾ വിദ്യാഭ്യാസം കൂടിയവരും എക്സ്പീരിയൻസ് ആയവരും. പക്ഷേ അവര് മാനേജറായി തീരുമാനിക്കുന്നത് എന്നെ ആയിരിക്കും. ഓ, താൻ അത്രയ്ക്ക് ഉറപ്പിലാണോ? അതെ സാർ. ബെഞ്ചമിൻ, താൻ കാണിക്കുന്ന ആത്മവിശ്വാസം എനിക്കിഷ്ടമാ. പക്ഷേ ഇക്കാര്യത്തിൽ അത് നടപ്പിലാകുമോ എന്നെനിക്ക് തോന്നുന്നില്ല. എന്റെ സാറേ, ബെഞ്ചമിന്റെ കണ്ണു മറച്ച് ഒരാളെ കരിങ്കൽ ഭിത്തിക്കുള്ളിൽ കൊണ്ടുപോയി ഇട്ടാലും തെരഞ്ഞു പിടിച്ച് അവിടെ എത്തി അയാളുടെ നെഞ്ച് തുളയ്ക്കാനുള്ള കഴിവുണ്ട് ഈ ബെഞ്ചമിന്. ഇവിടെ അത്രയൊന്നും ആവശ്യമില്ല. മുൻപിൽ ചെന്നിരിക്കുന്ന ബെഞ്ചമിനെ അവർക്കൊന്ന് തൃപ്തിപ്പെടണം, അത്രേ വേണ്ടൂ. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്താ, ക്ഷേത്രങ്ങളിലുള്ള വഴിപാടാണോ? സാധാരണ ഇന്റർവ്യൂവിന് ഇറങ്ങുന്നവര് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. വഴിപാടല്ല, ഒരു ചടങ്ങ്. അത് കുറച്ച് കഴിയുമ്പോ തന്നെ നടക്കും. ഏകദേശം അപ്പൊ തന്നെ എന്റെ പേര് സെലക്ട് ആവുകയും ചെയ്യും. താൻ എന്തൊക്കെയാണോ ഈ പറയുന്നേ? സാറത് വിട്ടേക്ക്. പിന്നെ ഒരു കാര്യം എന്താ ഞാൻ ഉറപ്പിച്ചു പറയാം. എന്റെ അടുത്ത കോള് കണിമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മാനേജർ എന്ന നിലയ്ക്കായിരിക്കും. അതെ, ഓവർ കോൺഫിഡൻസ് ആണ്. പക്ഷെ എന്തായാലും ഞാൻ എന്റെ കടമ ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ബെഞ്ചമിൻ അല്ലേ? ഞാൻ പലതവണ നിന്നെ ഫോണിൽ വിളിച്ചു. എന്താ കോൾ അറ്റൻഡ് ചെയ്യാതിരുന്നേ? പപ്പയ്ക്ക് എന്താ പറയാനുള്ളതെന്ന് എനിക്കറിയാം. അതിനുള്ള മറുപടി ഞാൻ മുൻപ് പലവട്ടം പറഞ്ഞിട്ടുള്ളതാ. ഇവിടെ എന്ത് ചെയ്യാ നീ? വയലിനുമായിട്ട് ഊരു ചുറ്റുവാണോ? അതോ തെരുവിൽ കിടക്കുന്നവരെ സഹായിക്കുന്നോ? അത് പപ്പ അന്വേഷിക്കണ്ട. ഇതിലേതായാലും പപ്പയ്ക്ക് ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ലല്ലോ.
എനിക്കു ശേഷം ആ ബിസിനസ് ശൃംഖല നീ ഏറ്റെടുത്ത് നടത്തുമെന്നാണ് ഞാൻ കരുതിയത്. എന്റെ മകൻ അതിനു പകരം ഇങ്ങനെ ഒരു തെരുവ് തണ്ടിയാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പപ്പയുടെ ബിസിനസ് സാമ്രാജ്യത്തിലെ എനിക്ക് സ്വസ്ഥത കിട്ടത്തില്ല. എന്തിന്? പപ്പ കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയിരിക്കുന്ന മണിമാളികയില്ലേ, അവിടെ എനിക്ക് ഒരു നേരം മനസമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്. ബെഞ്ചമിൻ, ഇപ്പൊ നീ നിഷേധിക്കുന്ന കാര്യങ്ങളോർത്ത് നാളെ നിനക്ക് വേദനിക്കേണ്ടി വരും. പണമാണ് എല്ലാത്തിന്റെ അടിസ്ഥാനമെന്ന് നീ പഠിക്കുന്ന ഒരു സമയമുണ്ടാവും. പണമാണ് എല്ലാത്തിന്റെ അടിസ്ഥാനം എന്ന ചിന്ത ഒരിക്കലും എന്റെ മനസ്സിൽ വരില്ല. അങ്ങനെ വരുന്നതിനേക്കാളും നല്ലത് ചാവുന്നതാ. ബെഞ്ചമിൻ, സോറി പപ്പ. ദേ, ഇവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവാ ഒരു കമ്പനിയിൽ. എന്താ മോനെ നീ ഈ പറയുന്നത്? സ്വന്തമായിട്ട് ഇത്രയും കമ്പനികളുള്ള ഒരാൾ വേറൊരു സ്ഥാപനത്തിൽ ജോലിക്ക് പോവുകയോ? ആ തൽക്കാലം ഒരു ജോലി വേണം തോന്നി, ആരെയും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കാം. എന്റെ ഭക്ഷണത്തിലുള്ളത് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ബാക്കിയേ ഈ നാട്ടിലെ പാവങ്ങൾക്കായിരിക്കും. നീ ആരാടാ? യേശുക്രിസ്തുവോ അതോ ശ്രീനാരായണ ഗുരുവോ അതോ വേറെ ഏതെങ്കിലും പുണ്യപുരുഷനോ? അതെ, പപ്പയ്ക്ക് ഞാൻ എന്ത് പറഞ്ഞാലും പരിഹാസ. കാരണം പപ്പ പണത്തിന്റെ കണക്കിൽ മാത്രമേ ആളുകളെ അളന്നിട്ടുള്ളൂ, മനുഷ്യത്വത്തിന്റെ പേരിൽ അളന്നിട്ടില്ല. പപ്പ ഒരു കാര്യം മനസ്സിലാക്കണം. ദേ, കൂട്ടി വെച്ചിരിക്കുന്ന പണം കൊണ്ട് പപ്പ നേടിയെന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ നേടിയിട്ടുണ്ട്. സ്നേഹം, ജനസമ്പർക്കം, സഹായം, ഇതൊക്കെ. എന്റെ പപ്പ ദരിദ്രനായ മനുഷ്യന് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുമ്പോ അയാൾ മനസ്സ് നിറഞ്ഞു ചിരിക്കുന്ന ചിരിയുണ്ടല്ലോ, അതിന് പകരം വെക്കാൻ ഈ ലോകത്തൊന്നുമില്ല. ദേ, അതിൽ കൂടുതൽ ഒരു നേട്ടവും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പപ്പയ്ക്ക് തിരിച്ചു പോവാ. ബെഞ്ചമിൻ, ഇത് നിന്നെ തേടിയുള്ള എന്റെ അവസാനത്തെ വരവാണ്. ഏതായാലും നീ നിന്റെ അവസാനത്തെ വാക്ക് പറഞ്ഞു കഴിഞ്ഞല്ലോ. എനിക്ക് പറയാനുള്ളത് കൂടി ഞാനും പറയാം. ഇനി ഒരിക്കലും നീ അങ്ങോട്ട് വരണമെന്നില്ല. അതിനി ഏതവസ്ഥയിലായാലും